ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എസ്റ്റുവറി സരോവർ പ്രീമിയർ എന്ന് പറയുന്ന ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് പൂവാറുള്ളത്. അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. അവിടുത്തെ ഒരു ഡേ ഔട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ എസ്റ്റുവറി സരോവർ പ്രീമിയർ. ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്, പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. ബീച്ച് റിസോർട്ട് എന്ന് വേണേൽ പറയാം. വിദേശികൾക്കൊക്കെ നന്നായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നതും അവർ നന്നായിട്ട് താമസിക്കുന്നതും ഒരു സ്ഥലമാണ് ഈ പൂവാറിലുള്ള ഒരു പ്രീമിയം ബീച്ച് റിസോർട്ടാണിത്. നമ്മുടെ ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതൊരു പഠിപ്പുര പോലത്തെ ഒരു സംഭവമാണ്. എൻട്രൻസിൽ അവിടെയാണ് അവരുടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. നിറയെ ചെടികളും മറ്റുമുണ്ട്. ഇവിടെ മെയിനായിട്ട് 2 പൂളുകളാണുള്ളത്. ഇതൊരു കോമൺ പൂളാണ്, കൂടാതെ ഒരു പ്രൈവറ്റ് പൂള് അപ്പുറത്തുമുണ്ട്, ഉള്ളിലുണ്ട്. അവരുടെ റൂംസിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണിത്. റൂംസൊക്കെ എങ്ങനെയാണ് വരുന്നത്, കേരള ആർക്കിടെക്ചറിലാണ് ചെയ്തിരിക്കുന്നത്, ട്രഡീഷണൽ ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. അത് റൂം ഡീറ്റെയിൽസും അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഫോട്ടോസ് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ റൂംസിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഇവിടെയൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ബാൽക്കണിയൊക്കെയുള്ള റൂംസാണ്, പ്രീമിയം റൂംസാണ് വരുന്നത്. ഇതൊരു പ്രൈവറ്റ് പൂളാണ്. ഇപ്പോൾ 2 പൂളാണുള്ളത്, ഒരു വലിയ പൂളും പിന്നെ ഇതൊരു പ്രൈവറ്റ് പൂളുമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ താമസിക്കുന്ന അവർക്കുള്ളതാണ്. അതൊക്കെ റൂംസാണ് വരുന്നത്, പൂൾ ഫേസിങ് റൂംസാണ് അതൊക്കെ. ഇത് ഒരു ഏരിയയാണ്, നമ്മുടെ ഒരു ഗെയിംസിനും ഇതൊക്കെ പറ്റിയൊരു ഏരിയയാണ്. ഇവിടെ നിറച്ച് നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, ആക്ടിവിറ്റി ഏരിയയാണ് ഇത്. ഇവിടെ ഗെയിംസിൻ്റെ സംഭവങ്ങൾ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഊഞ്ഞാലുകളും മറ്റ് കാര്യങ്ങളുമുണ്ട്. ഇതാണ് ഇതാണ് നമ്മുടെ ഒരു പൂവാർ ലേക്കാണ് അത് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ കടൽ, അറേബ്യൻ സീ ആണ് കാണുന്നത്. അവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കാണാം. ആ കാണുന്നതാണ് ഈ എസ്റ്റുവറി സരോവർ പ്രീമിയത്തിൻ്റെ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിറച്ച് ബോട്ടിംഗ് ഉണ്ട്. പൂവാർ ലേക്കിൽ ബോട്ടിങ്ങിന് പുറത്ത് തന്നെ ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. കൂടാതെ ഇവിടെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ബോട്ടിംഗ് സർവീസും ഉണ്ട്. അതിന് പെർ ഹെഡ് 500 or 600 അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. പല ആക്ടിവിറ്റീസും ഉണ്ട്. ഇവിടെ സൈക്ലിംഗ് ഉണ്ട്, പിന്നെ അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യാം. വോളിബോൾ, പിന്നെ റോപ്പ് ക്ലൈമ്പിങ്, പിന്നെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡേ ഔട്ടിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വർത്താണ്. 1500 ആണ് ഡേ ഔട്ടിന് പെർ ഹെഡിന് ചാർജ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും, കൂടാതെ ഒരു ബുഫേ ലഞ്ച് ഉണ്ടാവും, പിന്നെ ഈവനിങ്ങിലൊരു സ്നാക്സും ഉണ്ടാവും. അത് 3 ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്കൊരു റൂമും ഫ്രഷ് ചെയ്യാനും വേണ്ടിയിട്ട് റൂമും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ബോട്ടിംഗ് സർവീസ് കാണാൻ പറ്റും. ഇതൊരു വാച്ച് ടവറാണ്. ഇങ്ങനെ 2-3 വാച്ച് ടവർ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് മെയിൻ പൂൾ. ഏകദേശം അങ്ങനെ ഒരു തട്ടുകളായിട്ടാണ് തിരഞ്ഞിരിക്കുന്നത്. ഏകദേശം 3 ലെയർ ആയിട്ടാണ് ഈ ഒരു പൂളുള്ളത്. വലിയ പൂൾ തന്നെയാണ്. അപ്പം തന്നെ നമുക്കൊരു 3 ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ഓരോ പൂളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായൊരു പ്രൈവസിയും കാര്യങ്ങളും ലഭിക്കും. കോമൺ ആയിട്ട് തോന്നുകയില്ല, അത്രയും വലിയൊരു പൂളാണിത്. ഗെയിംസും കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് പൂൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പുറത്ത് താഴെ കാണുന്നതാണ് ഗ്രൗണ്ടാണ്. നമുക്ക് വോളിബോൾ ഗ്രൗണ്ടുണ്ട്, അവിടെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്, അവിടെ പിന്നെ ക്രിക്കറ്റ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിവിടെ തിരുവനന്തപുരം പൂവാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എസ്റ്റുവറി സരോവർ പ്രീമിയം എന്നാണ് പേര്. അപ്പോൾ ഇത് ബുഫയാണ്. ബുഫയൊക്കെ അവരുടെ ഒരു ബുഫേ ഏരിയയൊക്കെ തന്നെ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയ കടലിനോട് കായലിനോട് ലേക്കിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഇവിടെയുള്ളത്. ഈ ബുഫയുടെ ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം. അതിൽ തന്നെ കുറേ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ആലു ചാട്ട്, പിന്നെ അങ്ങനെ സാലഡ്സാണ്. പല സാലഡ്സും വെജിറ്റബിൾസ് കട്ട്സും ഉണ്ട് ആദ്യം തന്നെ. അതിനുശേഷം വെജ് ഐറ്റംസ് കുറേ ഉണ്ട്. വെജ് ഐറ്റംസിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്.
വെജും നോൺ വെജും 2 സെക്ഷനായിട്ടാണുള്ളത്. പിന്നെ ആലു ക്യാപ്സിക്കം അങ്ങനെ പല പല നോർത്ത് ഇന്ത്യൻ ഡിഷുകളും പിന്നെ നമ്മുടെ കേരള ഡിഷുകളും അവൈലബിൾ ആണ്. കാരണം ഇവിടെ വരുന്ന ടൂറിസ്റ്റ് നോർത്ത് ഇന്ത്യൻസ് കുറേ ഇവിടെ വരുന്നുണ്ട്. പിന്നെ കൂടാതെ വിദേശികളും കുറേ വരുന്നുണ്ട് ഇവിടെ. വെണ്ടക്ക മപ്പാസ്, പൊട്ടറ്റോ പൊടിമാസ്, എന്തൊക്കെ വെറൈറ്റി പേരുകളാണ്. മോര് കറി, നമ്മുടെ നാടൻ മോര് കറിയാണ്. മോര് കറിയും ചോറും കൂട്ടി ഭക്ഷണം കഴിക്കാം. പിന്നെ അതിനുശേഷം പിന്നെ ഉള്ളതാണ് നോൺ വെജ് ഐറ്റംസിലും മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ചിക്കൻ, പിന്നെ ഫിഷ്, കൂടാതെ ബീഫാണ്. നല്ല അടിപൊളി ബീഫ് ഫ്രൈയും നല്ല ചൂരക്കറിയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നത്. എല്ലാം നല്ല കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. മെയിനായിട്ട് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഇതൊരു ബീച്ച് റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബീച്ചിനോട് ഫേസ് ചെയ്തിട്ടാണ് ഉള്ളത്. നമുക്ക് ഈവനിങ്ങിലൊക്കെ എൻജോയ് ചെയ്യാം, പിന്നെ ബോട്ടിങ് നടത്താം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇത് എന്താ പറയുക, പേസ്ട്രീസ് ആൻഡ് ഡെസേർട്ട് ഐറ്റംസ് ആണ്. വെറൈറ്റി ഓഫ് പേസ്ട്രീസ് ഉണ്ട്. കിവി മോസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അങ്ങനെ പല ഐറ്റംസ്. ബനാന ബോണഫൈഡ, എന്താണത്, ബനാന കൊണ്ടുള്ള ഒരു കേക്ക് ഐറ്റമാണ്, പേസ്ട്രി ഐറ്റമാണ്, അസോർട്ടഡ് പേസ്ട്രി. പിന്നെ ഐസ്ക്രീംസ്, ഏകദേശം 1-2 ഫ്ലേവേർഡ് ഐസ്ക്രീമും ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഇത് ബുഫേ ലഞ്ചാണ്. നമ്മൾ ഈ ഡേ ഔട്ടിൽ വരുന്നവർക്ക് ബുഫേ ലഞ്ചാണ് അറേഞ്ച് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിരുന്നു. വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങാം. ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതി ഈ ഒരു ഊഞ്ഞാലിലേക്ക് വന്ന് കിടന്നിരിക്കുകയാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു ആക്ടിവിറ്റീസ് ഏരിയ ആണ്. ഇവിടെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിങ്ങനെ നടന്ന് കാണാം, ഈ കാര്യങ്ങളൊക്കെ നടന്ന് കണ്ട് പിന്നെ ഒരു ഈവനിങ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ആ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ് കാണുന്നത്. ബീച്ച് ഫേസിങ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ടയറൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ആ തൊട്ട് താഴെ കാണുന്നതാണ് ഒരു സുവനീർ ഷോപ്പാണത്. അവിടെ നിങ്ങൾക്ക് നമ്മുടെ പല പല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ മെയിനായിട്ടും വിദേശികളും നോർത്ത് ഇന്ത്യൻസൊക്കെ നമ്മുടെ കേരള ട്രഡീഷണൽ ഐറ്റംസും കരകൗശല വസ്തുക്കളും ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും. നിങ്ങളിപ്പോൾ കണ്ടതാണ് അവിടെ ഒരു ഈവനിങ് സ്നാക്സ് കൊടുക്കുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് ഈവനിങ് സ്നാക്സ് ലഭിക്കുക. നമുക്ക് നല്ലൊരു ചായയും ചെറിയ ചില പലഹാരങ്ങളും കിട്ടും. സീക്വീൻ, അങ്ങനെ 2 ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണെന്ന്. ഒന്നപ്പോഴുള്ള ശരവണഭവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ദൂരെ കാണുന്നത്, ഫ്ലോട്ടിംഗ് ആണ്. അതേപോലെ ഈ സീക്വീൻ എന്ന് പറയുന്നതും ഒരു ഫ്ലോട്ടിംഗ് ആണ്. അതൊരു ബോട്ട് പോലെയാണ് സംഭവം. നന്നായിട്ട് എന്താ പറയുക, ചെടികളും മറ്റും വെച്ച് പിടിപ്പിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസാണിത്. അപ്പോൾ ഡേ ഔട്ടൊക്കെ ആഗ്രഹിക്കുന്നവരെന്തായാലും വരണം, എൻജോയ് ചെയ്യാം.